ഇന്ന് ആവശ്യമായിട്ടുള്ള ശബ്ദം തരുവാൻ കർത്താവിന് മാത്രമേ തരത്തുള്ളൂ. ആമേൻ. ആ ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആമേൻ. ആ ശബ്ദം വളരെ വിവേചിച്ചാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. ഹല്ലേലൂയ, ഗ്ലോറി. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങയിലെ പകൽക്കാലം പൂർണ്ണമായി ഞങ്ങൾ ചാരുന്നു. മനുഷ്യന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത അനേക വിഷയങ്ങൾ ഫേസ് ചെയ്യുന്നവർ ഇന്ന് ഈ പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. ആമേൻ. പണം കൊണ്ട് കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. സ്വന്തം സഹോദരങ്ങൾ അടുത്തുണ്ടായിട്ട് പോലും ഒന്നും ചെയ്യുവാൻ കഴിയാത്ത വിഷയങ്ങളുമായി കടന്നു വന്നവർ ഇവിടെയുണ്ട്. ഹല്ലേലൂയ, ഗ്ലോറി. എത്ര പിടിപാടുള്ളവരുണ്ടായിട്ടും ഒന്നും ചെയ്യുവാൻ കഴിയാത്ത വിഷയങ്ങളുമായി കടന്നു വന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം ഞങ്ങളെ മാറ്റുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ പകൽക്കാലം ഇവിടെ വെളിപ്പെട്ട് വരണം. ഹല്ലേലൂയ. ഞങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾക്കൊന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയാണ് കർത്താവേ. എന്നാൽ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ അറിവിനും ഞങ്ങളുടെ പ്രാപ്തിക്കും ഞങ്ങളുടെ കഴിവുകൾക്ക് അപ്പുറമായി ഇറങ്ങി വരുന്നൊരു കൃപ ഇവിടെ വ്യാപരിപ്പാൻ. ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് കൃപ പകരുന്നതിനായി സ്തോത്രം. ആമേൻ. വചനം വിവേചിച്ച് ഹൃദയങ്ങളിലേക്ക് ഇറങ്ങുമാറാകണമേ. അയക്കുന്ന വചനത്തിന് അഡ്രസ് ഉണ്ടല്ലോ. ആ കറക്റ്റ് അഡ്രസ്സിൽ ചെന്ന ആ വ്യക്തിയെ എഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ പദ്ധതിക്കായി ഒരുക്കുവാൻ, അത് വിടുതലാക്കി മാറ്റുവാൻ ഹല്ലേലൂയ അവിടുന്ന് കൃപ പകരുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വം അവിടുത്തേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്കെടുക്കാം അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായം. ഹല്ലേലൂയ. 3 മുതലുള്ള വാക്യം വായിക്കാം. 3 മുതൽ 8 വരെയുള്ള വാക്യം. അവൻ പ്രയാണം ചെയ്ത് ദമസ്കസിനെ സമീപിച്ചപ്പോൾ ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന് മതി. ഹല്ലേലൂയ. മതി. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ഹല്ലേലൂയ. ഈ വചനം ഇന്നലെ രാത്രി കർത്താവ് എന്നോട് ഇടപെടുമ്പോൾ ഹല്ലേലൂയ ഭയങ്കര അതിൻ്റെ ആഴങ്ങളിൽ ഇടപെട്ടപ്പോൾ വളരെ കരച്ചിൽ നിർത്തുവാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഫിസിക്കൽ ബോഡിയിൽ ചാട്ട കൊണ്ട് അടിച്ചപ്പോൾ യേശു ചോദിച്ചില്ല ആരാണ് എന്നെ ഉപദ്രവിച്ചതെന്ന്. ആമേൻ. നമുക്കറിയാം, ഹല്ലേലൂയ, ലോഹക്കഷ്ണങ്ങളും കുപ്പിച്ചില്ലുകളും ഒക്കെ അറ്റത്തുള്ള ചാട്ട ശരീരത്തിന്മേൽ പതിഞ്ഞത് വലിച്ച് ശരീരം കീറിയപ്പോൾ യേശു ആരോടും പരാതി പറഞ്ഞില്ല. ആരാണ് എന്നെ ഉപദ്രവിച്ചത്, എന്തിനാണ് എന്നെ ഉപദ്രവിച്ചത്? പ്രൈസ് ദി ലോർഡ്. തൻ്റെ മുഖത്ത് തുപ്പിയപ്പോൾ താൻ ചോദിച്ചില്ല. ആമേൻ. മുൾക്കിരീടം തലയിലേക്ക് ഇറങ്ങിയപ്പോൾ താൻ പറഞ്ഞില്ല. തൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോഴും താൻ ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഇവിടെ ഇതാ ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ്, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. ആമേൻ. ശൗലിൻ്റെ പെർമിഷനോടുകൂടി യെരുശലേമിലുള്ള ഭക്തിയുള്ളവരെയൊക്കെ, ഈ മാർഗക്കാരായുള്ളവരെയൊക്കെ ഉപദ്രവിക്കുവാൻ, വലിച്ചിഴയ്ക്കുവാൻ എല്ലാം ഹല്ലേലൂയ ഈ ശൗലിൻ്റെ സമ്മതമുണ്ടായിരുന്നു. അങ്ങനെ സഭയ്ക്കൊരു വലിയ ആമേൻ പ്രതിസന്ധി നേരിട്ടപ്പോൾ ചിതറിപ്പോയി. ദമസ്കസിലേക്കൊക്കെ ആൾക്കാർ ചിതറിപ്പോയി. അവിടെയും ചിലരെ പീഡിപ്പിക്കേണ്ടതിന് മഹാപുരോഹിതൻ്റെ അടുക്കൽ നിന്ന് എഴുത്തു വാങ്ങി ആമേൻ ശൗല് അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആമേൻ പെട്ടെന്ന് ഒരു വെളിച്ചമടിച്ചു. ആമേൻ അവൻ കണ്ണ് അന്ധനായി താഴെ വീണു. നിലവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? പ്രൈസ് ദി ലോർഡ്. അതിന് മറുപടിയാണ് ശൗല് പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അതിനു മുൻപ് വരെ അനേകരെ ഈ ശൗല് നിമിത്തം അല്ലെങ്കിൽ സുവിശേഷം നിമിത്തം ഉപദ്രവിക്കപ്പെട്ടിട്ട്
അവൻ ആരും ചോദിക്കാൻ വന്നില്ല. അവൻ യേശു അവിടെ എങ്ങും ഇറങ്ങി വന്നില്ല. യേശുവിൻ്റെ ഫിസിക്കൽ ശരീരത്തിൽ അവൻ അടിയേറ്റെന്നോ അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടായില്ല. എന്നാൽ ഇവിടെ ഇതാ വീണ്ടും ശൗലിൻ്റെ അടുക്കൽ വെളിപ്പെട്ടു ചോദിക്കുകയാണ്, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം, വളരെ വ്യക്തമായിട്ട് പറയാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറഞ്ഞ നമ്മിൽ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുള്ളൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. സഭ ആദ്യത്തെ പീഡനമേറ്റപ്പോൾ യേശു സംസാരിച്ചില്ല. ഹല്ലേലൂയ, സ്തോത്രം. ശൗലോർത്തു, നടക്കട്ടെ, ഇതങ്ങ് ചെയ്യാം. ഹല്ലേലൂയ, ഇതങ്ങ് കണ്ടിന്യൂ ചെയ്യാം. ശൗലിൻ്റെ അകത്ത് ഈ വാക്കാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്. യേശു ശൗലിനോട് പറഞ്ഞില്ല, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നല്ല പറഞ്ഞത്. ഞാൻ ആദിയും അല്ലെങ്കിൽ അൽഫയും ഒമേഗയും ആകുന്നു എന്നല്ല പറഞ്ഞത്. ഞാൻ എൻ്റെ മുൻപിൽ സകല കിരീടങ്ങളും താഴെ വെച്ച് സകലരും എൻ്റെ മുമ്പിൽ വണങ്ങുന്ന ദൈവമാണെന്ന് പറഞ്ഞില്ല. ഞാൻ അതാണ് പറഞ്ഞത്, ഒരുവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ആവശ്യമായ കറക്റ്റ് വാക്ക് യേശു ഉപയോഗിക്കും. ഹല്ലേലൂയ. അനേക വാക്കുകൾ നമ്മളെ കഠിനന്മാരാക്കുമ്പോൾ ഇത് ശൗലിനോട് പറയുക, ശൗലേ, നീ ഉപദ്രവിക്കുന്നവനാകുന്ന യേശുവാകുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തെ തിരിക്കുന്ന ഒരു വാക്ക് എനിക്കിന്ന് വേണം. ഹല്ലേലൂയ. നമ്മൾ പ്രവചനം പഠിക്കുമ്പോൾ ഭൂമിയിലെ സകല പൊടികളെയും നാഴിയിൽ കൊള്ളിക്കുന്നവൻ, സകല സമുദ്രത്തിലെ വെള്ളത്തെ കൈക്കൊമ്പിളിൽ കോരുന്നവൻ, ദൈവം ഒരു മഹത്വം ശൗലിനോട് പറഞ്ഞില്ല, ശൗലേ, നീ ഉപദ്രവിക്കുന്ന, നിന്റെ ഉപദ്രവം സഹിച്ച എൻ്റെ നാമത്തിൽ കൊണ്ട ഓരോ അടികളും ഭക്തന്മാർ കൊണ്ടത് എനിക്കാണെന്ന് പറഞ്ഞപ്പോൾ, ഗ്ലോറി ടു ഗോഡ്, അവിടെയാണ് ശൗലിന്റെ യഥാർത്ഥ മാനസാന്തരം വെളിപ്പെട്ടു വരുന്നത്. അവൻ ഒരിക്കലും പിന്മാറുവാൻ കഴിയാത്ത, കർത്താവേ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും, ഹല്ലേലൂയ, ഒരു ഉത്തരവാദിത്വം നിന്റെ മേലായിരുന്നല്ലോ, വന്നിട്ടും എൻ്റെ മേൽ കൃപ പകർന്നുള്ളൂ എന്നുള്ള വാക്ക്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് ഒരൊറ്റ വാക്ക് മതി നമ്മളെ മാറ്റാൻ. അതുകൊണ്ട് കറക്റ്റ് വേർഡ് നമുക്ക് വേണ്ടി വരണം. യേശുവിന് അറിയാം അത് വിവേചിക്കുവാൻ. ഇതേ ചോദ്യമാണ് പത്രോസിനോട്, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു? നീ വാസ്തവമായി എന്നെ സ്നേഹിക്കുന്നു? പത്രോസിനോട് നമ്മളായിരുന്നു എന്ത് പറഞ്ഞേനെ? ഞാൻ അപ്പം വാഴ്ത്തിയപ്പോൾ, പത്രോസേ, നീ 200 പേർക്കെങ്കിലും മിനിമം കൊടുത്തിട്ടില്ലേ? നിന്നെ കൊണ്ട് ഞാൻ അത്ഭുതം ചെയ്യിപ്പിച്ചില്ലേ? എത്ര വിടുതലുകൾ ഞാൻ ചെയ്തപ്പോൾ നിന്നെ ഞാനത് കാണിച്ചു തന്നില്ലേ? ഇതൊന്നും യേശു പറഞ്ഞില്ല. ഒരൊറ്റ ചോദ്യം അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽക്കാലം ഒരു വലിയ സബ്ജക്റ്റിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഭവനത്തിൽ ജനിച്ച് വീഴുന്ന ഒരു കുഞ്ഞ്, അത് വളരുന്നത് ഒരു അന്തരീക്ഷത്തിലാണ്. ഒരു എൻവയൺമെൻ്റ് ഉണ്ട്, ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൻ്റെ എൻവയൺമെൻ്റാണ്. കുടുംബ പ്രാർത്ഥനയുണ്ട്, ബൈബിൾ വായനയുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ആഴ്ചയിൽ നമുക്ക് 2 ദിവസം മീറ്റിംഗ് ഉണ്ട്, സൺഡേ മീറ്റിംഗ് ഉണ്ട്. ഈ കുഞ്ഞ് വളർന്നു വരുന്നത് ഈ ഒരു എൻവയൺമെൻറ്റിലാണ്. അപ്പം ഇതിൻ്റെ അകത്ത് കാലങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് ഫീഡാകും, ബ്രെയിനിലങ്ങ് ഫീഡാകും. ഞാനിപ്പം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം എന്ന് പറഞ്ഞാൽ ബാക്കി ഈ കുഞ്ഞുങ്ങൾ വായിച്ചോളും. കർത്താവുമായിട്ട് എൻകൗണ്ടറൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. ഇതൊരു പ്രോഗ്രാമായിട്ട് അങ്ങ് മാറുക. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞാൽ സൺഡേ സ്കൂളിൽ പഠിച്ച വചനമായതുകൊണ്ട് ആ വിഷയത്തിൻ്റെ കറക്റ്റ് വാക്യങ്ങൾ വെച്ച് അവർ പ്രാർത്ഥിക്കും. ഇതൊന്നും കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറുകളല്ല. പ്രൈസ് ദി ലോർഡ്. അനേക അറിവുകൾ നമുക്ക് ഇതിനകത്തു നിന്നുള്ളത് കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറുകളല്ല. പ്രൈസ് ദി ലോർഡ്. ഞാനിത് ഞങ്ങളുടെ ജൂബിലുമായിട്ട് ഒരു സബ്ജക്റ്റ് സംസാരിച്ച സബ്ജക്റ്റ് ഇതാണ്. എന്നോട് ചോദിച്ചു, അത് കറക്റ്റ് ഞാൻ രാവിലെ ഇത് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ബലപ്പെട്ടിരിക്കുമ്പോൾ, ഇപ്പോൾ അറിയത്തില്ല കർത്താവ് എനിക്ക് അതിന് മുമ്പ് അവിടെ ചോദ്യത്തിനുള്ള മറുപടി തന്നത്. എന്നോട് ചോദിച്ചു, ശൗല്, ഹല്ലേലൂയ സ്തോത്രം, ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ശൗലിൻ്റെ മനസ്സാക്ഷിയിൽ ഒരു കുറ്റബോധം തോന്നിയില്ലേ?
എന്താണ്? സ്തോത്രം. നമുക്കറിയാം, ഒരു ക്രിമിനലിനെ തല്ലിക്കൊന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു കേട്ട ഒരു കുറ്റബോധം തോന്നും. ഒരു വലിയൊരു കുറ്റവാളിയെ കൊന്നെന്ന് പറഞ്ഞു, ഒരു സമൂഹത്തിൻ്റെ ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞു, ഒന്നും തോന്നത്തില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ പണ്ട് കാലത്ത് ട്രെയിനിൽ പോകുന്നവർക്ക് ട്രെയിനിൽ വെച്ചൊരു കള്ളനെ കെട്ടി വരുന്നൊരു മുഴുവൻ കൈവെക്കും. നമുക്ക് ആർക്കെങ്കിലും ഒരു കുറ്റബോധം തോന്നുന്നു. കാരണം നമ്മുടെ ചിന്ത ആ വ്യക്തി അതിന് യോഗ്യനാണെന്നുള്ള ഒരു സിസ്റ്റമത്തിലായിപ്പോയി. എന്നാൽ ഇവിടെ സുവിശേഷം നിമിത്തം, ഹല്ലേലൂയ സ്തോത്രം, ഈ സുവിശേഷം അറിയിച്ച ആദ്യകാല സഭ, ഹല്ലേലൂയ സ്തോത്രം, ഇവരെ പീഡിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ അവർ രാജ്യത്തിന് വിരോധമായിട്ടൊന്നും ചെയ്തിട്ടില്ല, മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടില്ല, മറ്റൊരാൾക്ക് കഷ്ടങ്ങളോ നഷ്ടങ്ങളോ വരുത്തിയിട്ടില്ല. വാസ്തവത്തിൽ ദേശത്തിന് സമാധാനം വരുത്തുന്നൊരു ഗ്രൂപ്പാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നൊരു ഗ്രൂപ്പാണ്, നല്ല വാർത്ത അറിയിക്കുന്നൊരു ഗ്രൂപ്പ്. ഇവരെ കൊന്നിട്ട്, ഇവരെ വലിച്ചഴച്ചിട്ട്, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ മുടിപ്പിച്ചിട്ട്, ശൗൽ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ മനസാക്ഷിക്കകത്ത് ഒരു കുറ്റബോധമില്ല. പ്രൈസ് ദി ലോർഡ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിസ്റ്റം വിശ്വസിച്ച്, താൻ വിശ്വസിച്ച സത്യത്തിൽ താൻ ഉറച്ചു നിൽക്കുമ്പോൾ ആ ഒരൊറ്റ സിസ്റ്റത്തിൽ ഇവൻ നിറഞ്ഞു നിൽക്കുകയാണ്. മറ്റൊരു കാര്യം ഇവനെ ഭരിക്കുന്നില്ല. പ്രൈസ്, ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. മറ്റ് ഒരു കൊടും ക്രിമിനലുകളെ ഒന്നുമല്ല ഇവർ കൊല്ലുന്നത്. സത്യസുവിശേഷം പറയുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, പീഡിപ്പിക്കപ്പെട്ട് കിടക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന, ഈ ജനത്തിനെ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഉപദ്രവിക്കുമ്പോൾ കുറ്റബോധം വരുന്നില്ല. മതം തലയ്ക്ക് പിടിച്ചു. ഹല്ലേലൂയ. റിലീജിയസ് സ്പിരിറ്റ് നമ്മുടെ അകത്ത് കയറിയാൽ പല കാര്യങ്ങൾക്ക് നമുക്ക് കുറ്റബോധം തോന്നത്തില്ല. ഈ പകൽ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ അകത്തു നിന്ന് റിലീജിയസ് സ്പിരിറ്റ് ബ്രേക്ക് ആകണം. പ്രൈസ് ദി ലോർഡ്. യേശുവുമായിട്ടുള്ള എൻകൗണ്ടറാണ് പൗലോസിന്റെ അല്ലെങ്കിൽ ശൗലിന്റെ റിലീജിയസ് സ്പിരിറ്റ് ബ്രേക്ക് ആയപ്പോൾ യേശു പറഞ്ഞ ചോദ്യം ഇതാണ്: ശൗലേ, നീ ഉപദ്രവിച്ചവനാണ് ഞാൻ. ഹല്ലേലൂയ. ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചവൻ, ഗമാലിയേലിന്റെ കാൽക്കീഴിലിരുന്ന് പഠിച്ചവൻ. എന്തുകൊണ്ട് ഇവന്റെ മനസാക്ഷി? മതം മനസാക്ഷിയെ മൂടി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറഞ്ഞു വന്ന വിഷയത്തിലോട്ട് വരികയാണ്. ഈ ആത്മീക പശ്ചാത്തലത്തിൽ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾക്ക്, ഇവർക്ക് ദൈവമായിട്ട് എൻകൗണ്ടറുകളിൽ ഇവരെല്ലാ കാര്യങ്ങൾ ചെയ്യും. പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടും, ഒരു പരസ്യവും നടത്താൻ പറഞ്ഞാൽ നടത്തും. ഇതെല്ലാം ഒരു സിസ്റ്റത്തിൽ നിന്ന് വരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ സിസ്റ്റം, ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി, ഇപ്പം ഇവിടെയൊക്കെ പഠിക്കാൻ വരുന്ന പോലെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈ പേരൻസിൻ്റെ അടുത്തു നിന്ന് മാറി, ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി മറ്റൊരു ദേശത്തേക്ക് ചെല്ലുമ്പോഴാണ് വാസ്തവത്തിൽ തെളിയിക്കപ്പെടേണ്ടത് ഞാൻ ആരാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്താണെന്ന് തെളിയിക്കപ്പെടണം. അവിടെയാണ് നമ്മൾ ശോധന ചെയ്യേണ്ടത്. കർത്താവേ, ഞാൻ എന്തുമാത്രം എൻ്റെ വ്യക്തിപരമായി ആത്മീകമായി വളർന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഗ്ലോറി. ഇപ്പോഴേക്കാൾ നമുക്ക് എടുക്കാം യെശയ്യാ പ്രവചനം, തിരുവചനത്തിൽ കൂടെ നമുക്ക് ചിന്തിച്ചു പോകാം. 61-ാം അധ്യായം, അതിൻ്റെ 2-3 വാക്യങ്ങളൊന്ന് വായിക്കാം. 1 മുതലുള്ള വാക്യം. 61. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട്, യഹോവയായ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാനും, തടവുകാർക്ക് സ്വാതന്ത്ര്യവും ബദ്ധന്മാർക്ക് വിടുതലും വിളംബരം ചെയ്യുവാനും. മതി. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറഞ്ഞ വേർഡ് ഇതാണ്. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടണം, തടവുകാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, ബദ്ധന്മാർക്ക് വിടുതൽ വിളംബരം ചെയ്യണം. ഈ 3 വേർഡുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തടവുകാർ, ബദ്ധന്മാർ. ബദ്ധന്മാർ എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ട് കിടക്കുന്നവർ. ഹല്ലേലൂയ. നമ്മുടെ ഈ പെന്തക്കോസ്ത് ചർച്ചുകൾക്കകത്ത് മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ ബന്ധനം കെട്ടുകൾ, അല്ലേ? വേറെ എവിടെയും നമ്മൾ കേട്ടിട്ടുണ്ടോ? എങ്ങും കേട്ടിട്ടില്ല.
ബന്ധനം. ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ കൈ തമ്മിൽ കൂട്ടി ബന്ധിച്ചാൽ ഈ കരവും ചേർത്ത് ബന്ധിച്ചിരിക്കുക. ഈ കരത്തിനോട് ബന്ധമുണ്ട്. ബന്ധനം എന്താണെന്ന് പഠിപ്പിക്കുന്നത്. കെട്ടെന്താണെന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. സ്തോത്രം. ബദ്ധന്മാർക്ക് വിടുതൽ. ആമേൻ. ബന്ധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനോട് ചേർത്ത് നമ്മളെ നിർത്തിയിരിക്കുന്നുവോ കെട്ടിയിരിക്കുന്നുവോ, ആമേൻ, അതിൻ്റെ പേരാണ് ബന്ധനം. പാപത്തിൻ്റെ ബന്ധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപത്തോട് ചേർത്ത് കെട്ടിയിരിക്കുക. മനസ്സിലായി? പാപത്തോട് ചേർത്ത് എന്ന് പറഞ്ഞാൽ ആഗ്രഹമുണ്ട് പാപം ചെയ്യരുതെന്ന്, നല്ലൊരു പ്രത്യേക ടൈം ഫ്രെയിം കഴിയുമ്പോൾ, പീരീഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോകും. ഇതിൻ്റെ പേരാണ് പാപത്തിന് ബന്ധിച്ചിരിക്കുകയാണ്. സ്തോത്രം. മനസ്സിലായില്ല എല്ലാവർക്കും? ആമീൻ. കെട്ടുകളുണ്ട്. ആമീൻ. കെട്ടിയിട്ടുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വരണമെന്ന് വെച്ചാലും നടക്കത്തില്ല. നമ്മൾ യേശു പറയുന്നുണ്ട്, നിങ്ങൾ അടുത്ത ഗ്രാമത്തിൽ ചെല്ലണം, കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതയെയും കുട്ടിയെയും കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരണം. ആമേൻ. ചില കെട്ടുകളെ അഴിക്കണം. ആമേൻ. ബന്ധനം എന്ന് പറഞ്ഞാൽ ബന്ധിച്ചിട്ടിരിക്കും. ഇപ്പം നമുക്കറിയാം, പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ കൈകാലുകൾ ബന്ധിച്ച് ഹല്ലേലൂയ കാരാഗ്രഹത്തിലാക്കി. ആമേൻ. ബന്ധിച്ചിട്ടിരിക്കുക. അപ്പം എന്തുമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത് അത് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ പേരാണ് ബന്ധനം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പാപം ചെയ്യുന്ന ഒരു ടെൻഡൻസി, ഞാൻ പറഞ്ഞത് ആവർത്തിക്കപ്പെടുന്ന പാപം ഒരു പ്രത്യേക ടൈം ഫ്രെയിമിനകത്ത്, അതായത് ഞാൻ പറയുന്നത് ഒരാഴ്ച എനിക്ക് നീതിമാനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ 7 ദിവസം തികയുന്നതിന് മുന്നമേ ഞാൻ ആവർത്തിക്കപ്പെടുന്ന അതേ പാപം ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പേരാണ് എന്നെ പാപത്തിൽ ബന്ധിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ബന്ധനത്തെ പൊട്ടിക്കാമെന്ന യേശു പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തടവുകാർക്ക് വിടുതൽ. തടവിലാക്കിയിരിക്കുക, പാപത്തിന്റെ തടവിലാണ്. അവർക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല. ആമേൻ. അവരെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ബന്ധിച്ചവർ ഏത് നിയമം കിടക്കുന്നുവോ ആ നിയമം അവരെ അഴിക്കണം, അവരെ പുറത്തു കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, പൗലോസിന് ഇതുപോലത്തെ എൻകൗണ്ടറുകൾ ഉണ്ടായ മനുഷ്യനാണ്. ആവർത്തിക്കപ്പെടുന്ന ദൈവിക എൻകൗണ്ടറുകൾ. ഹല്ലേലൂയ. ഈ അപ്പോസ്തല പ്രവൃത്തി 22 എടുക്കുമ്പോൾ നമുക്ക് കാണാം, ഓരോ പല അധ്യായത്തിലും കർത്താവ് വീണ്ടും അവന് പ്രത്യക്ഷനായി കർത്താവ് സംസാരിച്ച് ആവർത്തിക്കപ്പെടുന്ന എൻകൗണ്ടറുകളാണ് ആമേൻ പൗലോസിനെ ശക്തനാക്കി മാറ്റിയത്. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ആമേൻ, ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ച് വളർന്ന ആ എൻവയൺമെന്റിൽ ജീവിച്ചത് കൊണ്ട് നീ വിശുദ്ധനാകത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ചില ശുശ്രൂഷകൾ ചെയ്യുന്നത് കൊണ്ട് നാം തികഞ്ഞവരാകത്തില്ല. ആവർത്തിക്കപ്പെടുന്ന കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറുകളാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്. ഹല്ലേലൂയ. അമ്മ, ഞാൻ പറഞ്ഞില്ല, പൗലോസിന്റെ ജീവിതത്തിൽ മറ്റാർക്കും കിട്ടാത്ത എൻകൗണ്ടറാണ് കിട്ടിയത്. ആമേൻ. പൗലോസിന് ആ ഒറ്റ എൻകൗണ്ടറുകൾ ഒന്നും മതിയായിരുന്നോ? പോരായിരുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. പൗലോസിന്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഹല്ലേലൂയ കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറുകൾ ഉണ്ടാവുകയാണ്. ആമേൻ. ആ പൗലോസിന് അങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായതുപോലെ ആമേൻ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമുക്കും ഇതുപോലെ എൻകൗണ്ടറുകൾ ഉണ്ടാകണം. അതിനാദ്യം അറിയേണ്ടത്, കർത്താവേ, അവനവൻ തന്നെത്താൻ ഒന്ന് ശോധന ചെയ്യണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ബന്ധനം എന്തിലൊക്കെയുണ്ട്? നമ്മുടെ ബന്ധനമെന്ന് ചിന്തിക്കുന്നത് പരുമലപ്പള്ളി, പിന്നെ എടത്തുവപ്പള്ളി, മണർകാട് പള്ളി. ഞാൻ പറയാം, അതൊന്നും ഞാൻ കറക്റ്റ് വിവേചിച്ച് പറഞ്ഞു. പരുമലപ്പള്ളിയുടെ ബന്ധനം ഉണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് അത് വിവേചിച്ച് പിശാച് വളരെ ഉപായത്തിൽ വഞ്ചിക്കുകയാണ്. ബന്ധനം എന്താണ് പിശാച് പഠിപ്പിക്കുന്നത്? നമ്മുടെ പോക്കറ്റ് നിറയേണ്ട സാമ്പത്തികം നിറയാത്തത് എന്തോ ബന്ധനമാണ്. ഏറ്റവും വലിയ ബന്ധനം പാപത്തോട് ചേർത്ത് കെട്ടിയത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ
ഹല്ലേലൂയ. അവനവൻ ശോധന. ഇത് ആരെ ചൂണ്ടില്ല, ഞാൻ എന്നോടും പറയുകയാണ്. നമുക്ക് അവരവർക്ക് വ്യക്തിപരമായിട്ട് അറിയാം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ എന്തിനോടൊക്കെ ചേർത്താണ് എന്നെ കെട്ടിയിരിക്കുന്നത്. ആമേൻ. ആവർത്തിക്കപ്പെടുന്ന പാപം എന്നിൽ വ്യാപരിക്കുന്നെങ്കിൽ ഒരു പ്രത്യേക ടൈം ഫ്രെയിമിനകത്ത് ഞാൻ വീണ്ടും ഒരു കേവല മനുഷ്യനെ പോലെ എൻ്റെ ജീവിതം ആകുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് ബന്ധനം. ഒരു പ്രവാചകനും ആ ഏരിയ കാണത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, യേശുവേ എന്നെ ഒന്ന് തൊടണം, എന്റെ ബന്ധനത്തെ ഒന്ന് അഴിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് ആലോചിക്കുക, പൗലോസ് പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മളാണ് എന്ത് പറഞ്ഞ, കർത്താവേ എന്നെപ്പോലെ ഭാഗ്യവാൻ ആരുമില്ല, മറ്റാർക്കും കിട്ടാത്ത എൻകൗണ്ടറുകൾ എനിക്ക് കിട്ടി. തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന യുദ്ധങ്ങൾ, തൻ്റെ ശരീരത്തിലുണ്ടാകുന്ന, മനസ്സിലുണ്ടാകുന്ന യുദ്ധങ്ങളെ താൻ മറച്ചു വെക്കാതെ അപ്പോസ്തല പ്രവൃത്തികളിൽ ലേഖനങ്ങൾ താൻ എഴുതി വെച്ചതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? ഇത്രയും എൻകൗണ്ടറുകൾ ഉണ്ടായിട്ടും എൻ്റെ ശരീരത്തോടൊരു പാപത്തിൻ്റെ പ്രമാണം പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. അയ്യോ യേശുവേ, അങ്ങില്ല എങ്കിൽ എനിക്കൊരു ദിവസം പോലും ജയത്തോടെ ജീവിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ നല്ല ക്വാളിറ്റികൾ മാത്രമേ നമ്മൾ പൊക്കിപ്പുകഴ്ത്തി പറയാവുള്ളൂ. എന്തുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്? എനിക്കിങ്ങനെ പറയണമായിരുന്നു. ഞാനും എൻ്റെ ഹൃദയത്തിൽ ദുഃഖം നേരിടുകയാണ്, ഞാനും വലയുകയാണ്, ഞാനും ഭാരപ്പെടുകയാണ്. പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാണ്, എനിക്കും യുദ്ധമുണ്ട്. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ വാക്കാണ് പീഡിതർ. ഹല്ലേലൂയ, സ്തോത്രം. പീഡിപ്പിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. ആ വാക്കൊന്നുകൂടെ വായിക്കാം. അവിടെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു, ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടണം, തടവുകാർക്ക് സ്വാതന്ത്ര്യം, ബദ്ധന്മാർക്ക് വിടുതലും. ഹല്ലേലൂയ, സ്തോത്രം. ഈ ബദ്ധന്മാരെന്ന് പറഞ്ഞാൽ പൂർണ്ണമായി തകർക്കപ്പെട്ടവർ. പണ്ടൊക്കെ നമ്മുടെയൊക്കെ ഒരു ചിന്ത, വിദ്യാഭ്യാസം ഉണ്ട് രക്ഷപ്പെട്ടത്. ഇന്ന് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്ന വിദ്യാഭ്യാസമുള്ളവരാണ്. കേരളത്തിലെ കാര്യം. കാരണം അവർ ഏറ്റവും ഭയപ്പെടുകയും എല്ലാ സാഹചര്യം. ഒന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ, നമുക്ക് ജീവിക്കാനുള്ളത് സകലതും ദൈവം സൃഷ്ടിച്ചിട്ടാണ് നമ്മളെ ജനിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറയാം, നമുക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം സൃഷ്ടിച്ചിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ആമേൻ. എന്നാൽ എങ്ങനെയാണ് ബദ്ധന്മാരാക്കുന്നതെന്ന് അറിയുമോ? സാത്താന്യ ശക്തി കണ്ണുകെട്ടി ഇനി മറ്റൊരു വഴികളുമില്ല എന്ന് സ്വയം തകർക്കത്തക്കവണ്ണം ആമേൻ അന്ധത വരുത്തി, ആമേൻ തൻ്റെ ജീവൻ ഒടുക്കുകയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് തൻ്റെ കണ്ണ് തുറന്ന് നോക്കിയാൽ ഒന്നും കാണാത്ത രീതിയിൽ ബന്ധിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. പൂർണ്ണമായി തകർക്കപ്പെട്ടവർ, ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവർ, ഹല്ലേലൂയ, ഒരു ലക്ഷ്യമില്ലാത്തവർ, അല്ലെങ്കിൽ ജീവിതത്തിൽ അടിക്കടി തോൽവി സംഭവിക്കുന്നവർ, രക്ഷപ്പെടുമെന്ന് യാതൊരു പ്രത്യാശയില്ലാത്തവർ. കർത്താവ് പറഞ്ഞു, ആ ബദ്ധന്മാരെ ഞാൻ വെടിവെക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് വേൾക്കാലം എത്ര തോൽവികൾ വന്നാലും ആമേൻ. പിന്നെ അടുത്തുണ്ട് പീഡനത്തിൻ്റെ മറ്റൊരു വേടുണ്ട്. ഈ നമുക്കെല്ലാം രോഗം വരുന്ന രോഗത്തിൻ്റെ പീഡനമുണ്ട്. ഹല്ലേലൂയ. ആ പീഡനമാണ് മാനസികമായിട്ട് ജയിച്ചില്ലെങ്കിൽ ഈ രോഗം നമ്മളെ മൂടും. സ്തോത്രം. ഇന്നലെ ബിജു ബ്രദറുമായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, 3 ഹാർട്ട് അറ്റാക്ക് എനിക്ക് കഴിഞ്ഞു, പക്ഷെ എനിക്ക് അതിൻ്റെ യാതൊരു അഹങ്കാരവും. കാരണം അതെന്നെ മൂടത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ദൈവം വെച്ച് നിശ്ചയിച്ച സമയത്തെ. എന്നാൽ പീഡനം എന്തോന്ന് മനസ്സിലായി. അയ്യോ എനിക്ക് അറ്റാക്ക് വന്നു, അടുത്ത നിമിഷം ഞാൻ തീരും. എൻ്റെ മനസ്സെന്നെ ഇട്ട് പീഡിപ്പിക്കുന്നവരെ, പീഡിതരെ കർത്താവ് സ്വാതന്ത്ര്യപ്പെടുത്തും. രോഗത്തിൻ്റെ പീഡയുണ്ട്, കടഭാരത്തിൻ്റെ പീഡനമുണ്ട്, പാപത്തിൻ്റെ പീഡനമുണ്ട്, ശാപബന്ധനങ്ങളുടെ പീഡനമുണ്ട്. ഈ വേടികളൊക്കെ വിവേചിച്ച് പഠിക്കണം. നീ ഏത് വിഷയത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുവോ ആ പീഡിപ്പിക്കുന്ന വിഷയത്തിൽ എൻ്റെ യേശു നിന്നെ അതിൽ നിന്ന് വിടുവിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. രോഗത്തിൻ്റെ പീഡനങ്ങൾ. ആമേൻ. ഒരു ചെറിയ വിഷയം വന്നാൽ മതി, മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. കുഞ്ഞുങ്ങളുടെ കല്യാണം വരെ ചിന്തിച്ചു, ആരായിരിക്കും കൂടെ നിൽക്കുന്നത്. സത്യം ഞാൻ പറയാം,
എന്നോടൊരിക്കൽ കർത്താവ് ഇടപെട്ട്, അപ്പനെന്ന നില ഞാൻ വേണമെന്ന് കർത്താവിന് ഒരു നിർബന്ധവുമില്ല, എൻ്റെ പിള്ളേരുടെ കല്യാണം അനുഗ്രഹത്തോടെ ദൈവം നടത്തും. ഒരു ഉത്തരവാദിത്വം ഉണ്ട് നമുക്ക്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഒരു സമയം ദൈവസഭ പീഡനത്തിൽ കൂടെ കടന്നു പോയപ്പോൾ ആരും ഓർത്തില്ല, ഉത്തരവാദി സ്വന്തം ശരീരത്തിൽ വേദന അനുഭവിച്ചുകൊണ്ട് അവൻ ശൗലിൻ്റെ മുൻപിൽ അവൻ എൻകൗണ്ടർ കൊടുത്ത് അവനോട്, ഞാൻ വലിയ ദൈവം, ഞാൻ യുദ്ധങ്ങളെ ചെയ്യുന്ന ദൈവം, ഞാൻ വാളുകളെയും എല്ലാം അവൻ കത്തിച്ച് കളയുന്ന ദൈവം എന്നൊന്നുമല്ല പറഞ്ഞ്, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഇന്ന് പകൽക്കാലം ഇവിടെ ഏതെങ്കിലും വിധത്തിൽ ശത്രുവിൻ്റെ ഉപദ്രവം സഹിക്കാൻ വഴിയാതെ മാനസികമായി തകർന്നിരിക്കുന്ന നിന്നോട് ആമേൻ കൂടെ ഇരിക്കുന്നവർക്ക് അറിയത്തില്ല, ഭർത്താവിന് അറിയത്തില്ല, ഭാര്യയ്ക്ക് അറിയത്തില്ല, ഒരു ഓഫീസിലിരിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർക്ക് അറിയത്തില്ല, കുഞ്ഞുങ്ങളുടെ ഭാരം പേരൻസിന് അറിയത്തില്ല, മനസ്സിൽ ഒറ്റയ്ക്ക് ഭാരം കൊണ്ടു നടക്കുന്ന നിന്നോട് എൻ്റെ യേശുവിന് പറയാനുള്ളത്, ആമേൻ, നീ അനുഭവിക്കുന്ന പീഡനത്തിൽ നിന്ന്, നീ അനുഭവിക്കുന്ന ഭാരത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ കഴിയുന്നവൻ അത് എന്നിലാണ് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. നീ കരയുമ്പോൾ, നീ വേദനിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലാണ് അത് കൊള്ളുന്നതെന്ന് പറഞ്ഞ് വെളിപ്പെടുന്ന തുടർമാനമാകുന്ന ചില എൻകൗണ്ടറുകൾ ഈ ദിവസങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ആവർത്തിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകൾ. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം. ഹല്ലേലൂയ. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാൻ. ഇവിടെ ആർക്കെങ്കിലുമൊക്കെ അറിയാമോ എത്ര പേരുടെ ഹൃദയം തകർന്ന എന്നിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഏതെല്ലാം വിഷയത്തിൽ, എന്തെല്ലാം ഭാരത്തിൽ ഹൃദയം തകർന്നിരിക്കുക, എന്നാൽ നമ്മളെ വിടുവിക്കാൻ കഴിയുന്ന നല്ലൊരു കർത്താവിൻ്റെ അടുത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ല, പൗലോസിനോട് ഇടപെട്ടതുപോലുള്ള വേർഡ് നമുക്ക് വേണ്ടി വെളിപ്പെടണം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ട്, കഴിഞ്ഞ വെള്ളിയാഴ്ച വെളുപ്പിനെ. ആ സ്വപ്നം ഇതാണ്: ഒരു പരീക്ഷ ഹോളിലിരിക്കുക, കുറച്ചേറെ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതാൻ. ഇപ്പോൾ ഒരു എന്നെപ്പോലെ മിടുക്കനല്ലാത്തൊരു 100% അറിയാൻ ജയിക്കത്തില്ലെന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം വന്ന് വായിച്ചു നോക്കിയിട്ട് പൊട്ടി അങ്ങ് കരഞ്ഞു. കാരണം പഠിച്ചിട്ടുമില്ല, അറിയാവുന്ന ഒന്നുമില്ല. തകർന്നങ്ങ് കരയുക. ഞാൻ കാണുമോ, സ്വപ്നം കാണുമോ? അടുത്തിരിക്കുന്നത് നോക്കി എഴുതാന്ന് വെച്ചാൽ അടുത്തിരിക്കുന്ന അതിനേക്കാളും മരമുണ്ട്. അവനും ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുക. അപ്പം ഞാൻ കാണുമോ, ഇതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, കരഞ്ഞ് 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 തകരുകയാണ്. കരഞ്ഞ് തകർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കേൾക്കുകയാണ്, 50 മാർക്കാണ് പാസ് മാർക്ക്, വേണമെങ്കിൽ ഗവൺമെൻറ് അതങ്ങ് ചേഞ്ചാക്കി 10 മാർക്ക് മതിയെന്ന്. ഇവൻ ജയിക്കത്തില്ലേ 10 മാർക്ക് സംഘടിപ്പിച്ചാൽ? അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുക, കർത്താവ് ഇതെന്തോ ഇടപെട്ട്. ഏകദേശം എൻ്റെ ലൈഫ് പോലൊക്കെ തന്നെ. ഞാൻ പിന്നെ ക്വസ്റ്റ്യൻ എഴുതി അങ്ങ് വെക്കുമായിരുന്നു. അപ്പം പിന്നെ എനിക്കറിയാം ടീച്ചർ മാർക്ക് തരുമെന്നറിയാം. ഇന്നലെ പാസ്റ്റേ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു, എനിക്ക് ഒന്നുകൂടെ 10ാം ക്ലാസ് എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഗവൺമെൻറ് ഇരിക്കുന്നുണ്ട് മിനിമം ഫസ്റ്റ് ക്ലാസ് ഉറപ്പാണ്. സത്യം, പോയി അറ്റൻഡ് ചെയ്താൽ മതി. ഈ കുട്ടി ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, ഇവൻ്റെ ഹൃദയം തകർന്ന് കരയുമ്പോൾ നോക്കുമ്പോൾ ഇവന് വേണ്ടി രാജ്യത്ത് നിയമം മാറ്റുകയാണ്. ഹല്ലേലൂയ. എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ എലിജിബിലിറ്റി അല്ല, ആമേൻ, കണ്ണുനീരോടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഹല്ലേലൂയ നീ കരയുമെങ്കിൽ നിനക്ക് വേണ്ടി ദേശത്തിൻ്റെ നിയമത്തെ ദൈവം മാറ്റും. 50 വേണമെന്നോർത്ത് തകർന്നിരിക്കുമ്പോൾ ആമേൻ 10 മതി, നിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള മതി എന്ന് പറഞ്ഞ് നിയമത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹൃദയം തകർന്നവരുടെ മുറിവുകളെ അവൻ കെട്ടുന്നു. ആമേൻ. ഈ വേടാണ് പ്രവാചകൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ആമേൻ. എന്തിനാ അഭിഷേകം ചെയ്തത്? ആമേൻ, ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാൻ. ആമേൻ, ബദ്ധന്മാർക്ക് വിടുതൽ പകർന്നു കൊടുക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ മേഖലകളിൽ അത്ഭുതമായി തീരുവാൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ജനിച്ച് വളർന്നു വന്ന എൻവയൺമെൻ്റ് ഉണ്ട്, നമുക്കെല്ലാം അറിയാവുന്ന, അതെല്ലാം മറന്നിട്ട്
ആദ്യമായിട്ട് സുവിശേഷം കേൾക്കുന്നൊരു വ്യക്തിയെ പോലെ, ആദ്യമായിട്ട് യേശുവിനെ കുറിച്ച് കേൾക്കുന്നൊരു വ്യക്തിയെ പോലെ, ആമേൻ, കർത്താവേ എന്നെ അങ്ങൊന്ന് തൊടണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. Hallelujah, glory, 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 glory. Glory, 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 glory. ആമേൻ. പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് വിട്ടുമാറാതെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ സഹിച്ചതിനപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ ഇനി ഞാൻ സഹിക്കാം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തൊരു മനസ്സ് വന്ന് എപ്പോഴാണെന്നറിയാമോ? യേശുവിൻ്റെ ആ കറക്റ്റ് വേടകത്ത് വന്നപ്പോഴാണ്. ഇന്ന് വേൽക്കാലം നമുക്ക് ഏൽപ്പിക്കാം, കർത്താവേ എൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ എലിജിബിലിറ്റി അല്ല, നമ്മളെ ഈ പട്ടണത്തിൽ കർത്താവ് കൊണ്ടുവന്നെങ്കിൽ കർത്താവിനൊരു പദ്ധതിയുണ്ട്. Hallelujah, glory to God, glory to God, glory to God, glory to God, glory to God. Hallelujah, glory to God, glory to God. നിനക്ക് യോജിച്ചത്, നിനക്ക് പറ്റുന്നത്, ഏറ്റവും അനുഗ്രഹമായി മാറത്തക്ക വേണ്ട, നിനക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ നിയമം മാറ്റിച്ച് അത് അനുകൂലമാക്കി. Hallelujah, glory to God. ആമേൻ. ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ കണ്ണുനീരിന്റെ മുൻപിൽ മാറാത്ത ഒരു നിയമമില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഈ പാപത്തിൻ്റെ ബന്ധനം, ആ വിഷയമാണ് വീണ്ടും എന്നെ ഇത്. ഈ പാപത്തിൻ്റെ ബന്ധനത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി, ആവർത്തിക്കപ്പെടുന്ന പാപം വീണ്ടും വീണ്ടും നമ്മളെ ഭരിക്കുന്നെങ്കിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കണം ദൈവത്തോട്. കർത്താവേ, നീ എന്നെ വിടുവിക്കണം. ഹല്ലേലൂയ. എന്നോട് കഴിഞ്ഞ ദിവസം കർത്താവ് എന്നോടൊരു വേട് വിട്ട്, എനിക്കതൊരിക്കലും മറക്കത്തില്ല. ഇങ്ങനെ ആ വേട്, കർത്താവ് നമ്മളെ രക്ഷിക്കുവാൻ പദ്ധതിയിടുന്ന സമയത്ത് നിനക്ക് ബൈ ബൈ പറയാൻ കഴിയാത്തത് നിന്നോട് ബൈ ബൈ പറയും. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പം ആവർത്തിക്കപ്പെടുന്ന പാപത്തിന് ഏത് വ്യക്തിയാണോ, ഏത് ഇൻസ്ട്രുമെൻ്റ് ആണോ നിന്റെ ജീവിതത്തെ തകർക്കുന്നത്, നിനക്ക് ബൈ ബൈ പറയാൻ കഴിയാത്ത സമയത്ത് ദൈവം നിന്നെ രക്ഷിക്കുവാൻ പദ്ധതി ഇടുമ്പോൾ, സഹോദര, നിന്നോടത് ബൈ ബൈ പറയും. വീണ്ടും കണക്ട് ചെയ്യാൻ പോകല്ല, ഇത് ബന്ധനമാണ്. ഹല്ലേലൂയ. ഈ ബന്ധനം, ഈ യെശയ്യാ പ്രവചനം അതിൻ്റെ ആരംഭം മുതൽ വായിച്ചാൽ ആദ്യം പാപത്തിന് പരിഹാരം കൊടുത്തിട്ടാണ് പിന്നാണ് പുരാതന ശൂന്യങ്ങളെയൊക്കെ പണിയുന്നത് വരുന്നത്. ആമേൻ. നമ്മൾ ആ ആദ്യ ഭാഗം വായിക്കാതെ, ഓ എൻ്റെ കർത്താവ് പുരാതന ശൂന്യങ്ങളെ ഞങ്ങളെ കൊണ്ട് പണിയിപ്പിക്കും, ആമേൻ, ഞങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞല്ല തുടങ്ങേണ്ടത്. ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കും, കർത്താവിനോട് പ്രാർത്ഥിക്കണം. ആമേൻ. നമുക്കിനി അടുത്തൊരു ഭാഗം എടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 8:23. മകരെ, ഈ ഭാഗം ആഭിചാരകനായ ശീമോൻ ആ പട്ടണത്തിൽ സുവിശേഷം വന്നപ്പോൾ താൻ സുവിശേഷം വിശ്വസിച്ചു. 8:10 പറഞ്ഞ, അവൻ മഹതി എന്ന ദൈവശക്തിയാണെന്ന് പറഞ്ഞ് ചെറിയവരും വലിയവരുമായ എല്ലാവരും അവനെ ശ്രദ്ധിച്ചിരുന്നു. ഇവൻ ആഭിചാരം കൊണ്ട് വളരെ കാലം അവരെ പരിഭ്രാന്തരാക്കിയാണ് അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശീമോനും സ്വയം വിശ്വസിച്ച് സ്നാനമേറ്റു, ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. ഇങ്ങനെ അനേക ജാതികൾ സുവിശേഷം വിശ്വസിച്ചു എന്നറിഞ്ഞപ്പോൾ യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടെന്ന് കേട്ട് പത്രോസിനെ യോഹന്നാനെയും അവരുടെ അടുക്കിലേക്ക് അയച്ചു. അവർ ചെന്ന് അവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിരുന്നില്ല, അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നേ ഉള്ളൂ. അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടപ്പോൾ അവർക്ക് പണം വാഗ്ദാനം ചെയ്തു.
ഞാൻ ഒരുവൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ ഈ വേർഡ് ഇത് നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ, ശീമോൻ വന്ന് അപ്പോസ്തലന്മാരോട് പറയുകയാണ്, ഞാൻ കൈവെക്കുമ്പോഴും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. നമ്മൾ ഓരോ ആംഗിളിൽ നിന്ന് ചിന്തിച്ച് എത്ര നല്ല വേർഡാണ്. കാരണം സുവിശേഷത്തിനോട് ചേർന്ന് നിൽക്കുവാൻ അനേകർ ഈ നാളുകൾ സുവിശേഷത്തിന് നിൽക്കാതെ നിൽക്കുമ്പോൾ ഇതൊരു മന്ത്രവാദി പറയാം, പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, ഞാൻ കൈവെക്കുമ്പോൾ എല്ലാവരും ആത്മാവ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധി പെട്ടെന്ന് ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചു പോകും. അവിടെയാണ് പത്രോസ് വിവേചിക്കുവാൻ തുടങ്ങിയത്. പത്രോസ് അവനോട്, ദൈവത്തിൻ്റെ ദാനം പണം കൊണ്ട് വാങ്ങാമെന്ന് നീ നിരൂപിച്ചതുകൊണ്ട് നിൻ്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പരമാർത്ഥതയുള്ളതല്ലാത്തതിനാൽ ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. ഈ ദുഷ്ടതയെക്കുറിച്ച് അനുദപിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നിൻ്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിക്കുമായിരിക്കും. നീ കയ്പുള്ള പകയിലും അകൃത്യത്തിൻ്റെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. എന്തോ വിവേചനം ഇതല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. ചോദിച്ചത് എന്തുവാ? അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നടക്കുന്ന അനേക ജാതികൾ രക്ഷിക്കപ്പെടുന്നു. അപ്പോസ്തലന്മാർ യെരൂശലേമിൽ വന്ന് കരം വെക്കുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകം അനേകർ പ്രാപിക്കുന്നു. ഒരുവൻ വന്ന് ചോദിക്കുകയാണ്, ഞാൻ കൈവെക്കുമ്പോഴും. അതാരാ ചോദിച്ചത്? അനേക നാളുകളിൽ ദേശത്തെ പരിഭ്രമിച്ച് മന്ത്രവാദം ചെയ്ത് നശിപ്പിച്ച് അവൻ അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നൊരു മനുഷ്യൻ നമ്മുടെ സഭയായിരുന്നു. എന്തോ ഇതിന് അവൻ ചോദിച്ചത് നല്ല കാര്യം. അനോയിൻറ്റിങ് ഇമ്പാർട്ട് ചെയ്യപ്പെടും. അവനെ അടിച്ച് താഴെ കളഞ്ഞേനെ. പത്രോസ് പറഞ്ഞൊരു ചോദ്യമുണ്ട്. നീ പിടിച്ചിരിക്കുന്നൊരു ബന്ധനമുണ്ട്, അകൃത്യത്തിൻ്റെ ബന്ധനവും. കയ്പിലും നീ അകപ്പെട്ടിരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ബന്ധനം, ചില ബന്ധനങ്ങൾ. നീ അകൃത്യത്തിൻ്റെ ബന്ധനത്തിലും. ആ വാക്ക് ഭാഗം ഒന്ന് വായിച്ചാട്ടെ. നീ കയ്പുള്ള. രണ്ട് വേർഡ് ഭയങ്കര കണക്റ്റഡ് ആവും അവിടെ. നീ അനീതിയുടെ, ഹല്ലേലൂയ, സ്തോത്രം, കയ്പുള്ള പകയിലും അകൃത്യത്തിൻ്റെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഈ അപ്പോസ്തലന്മാർ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചില്ല? ആ ഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സുവിശേഷം പറഞ്ഞപ്പോൾ മന്ത്രവാദി രക്ഷിക്കപ്പെട്ടു. സുവിശേഷം പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഈ രക്ഷിക്കപ്പെട്ട് വന്നവൻ ഞാൻ കൈവെക്കുമ്പോഴും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതാ ഒരു അപ്പോസ്തലൻ പറയുകയാണ്, നീ അകപ്പെട്ടിരിക്കുന്ന വല്ലാത്ത ബന്ധനത്തിലാണ്. ഇവന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. കാരണം ഈ ബന്ധനം അഴിയണമെങ്കിൽ അവൻ ദൈവത്തിൽ നെടുമ്പാട് വീഴണം. ഹല്ലേലൂയ, സ്തോത്രം. ആ വേർഡ് ഇതാണ്. എൻ്റെ ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ കിടക്കുന്നത്. ഐ ക്യാൻ സീ ദിസ് ഈസ് ആൻ ഓൾഡ് ഹാബിറ്റ് വിത്ത് യു. നിനക്ക് പണ്ട് ഉണ്ടായിരുന്ന സ്വഭാവമാണ്. എന്താണ്? ദുരാത്മാക്കളെ കൊണ്ട് മനുഷ്യരെ ഭ്രമിപ്പിച്ച് നീ പണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ നീ അതേ ചിന്ത നിൻ്റെ അകത്ത് വന്നു. എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് പണമുണ്ടാക്കാം. പ്രൈസ് ദി ലോർഡ്. സഭയിലെ അപ്പോസ്തലൻ വിവേചിക്കുകയാണ്. പത്രോസ് പറയുകയാണ്, നീ അകപ്പെട്ടിരിക്കുന്ന ബന്ധനം ഇത് സാധാരണ ബന്ധനമല്ല. നീ അന്യായമായ കയ്പുള്ള പകയിലും അകൃത്യത്തിൻ്റെ ബന്ധനത്തിന് അകപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നീ ട്രാപ്ഡ് ആയിപ്പോയി. എന്ന് പറഞ്ഞ് ഈ സ്വഭാവം നിനക്ക് എന്തുണ്ടായിരുന്നു? പണ്ടുണ്ടായിരുന്ന ഏതെങ്കിലും സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നെങ്കിൽ ഈ പകൽക്കാലം ഞാൻ ഒന്നോടെ വിളിച്ച് പറയാം, ദൈവസ്ഥനിൽ നെടുമ്പാട് വീണോണം. ഒരു ഉപദേശിയും തലേ കൈവെക്കാൻ വരത്തില്ല. ഞാൻ എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗം ഇതാണ്. എന്തുകൊണ്ട് ഈ അപ്പോസ്തലന്മാർ ഇവന്റെ തലയിൽ കൈവച്ചില്ല? ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ആവർത്തിക്കപ്പെടുന്ന പാപം ദൈവസഭയിൽ പ്രവാചകൻ വിളിച്ചു പറയാതെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ നീതിമാനാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ദൈവം ഓപ്ഷൻ തരികയാണ്, നീ മുഴങ്കാൽ മടക്കിക്കൊള്ളണം. ഓ ഹല്ലേലൂയ. ഇത് ഏകദേശം പരിശുദ്ധാത്മാവിന് വിരോധമായി സംസാരിച്ച അതേ പാപത്തിനോടാണ് ഇതിനെ തുലനം ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന് വിരോധമായിട്ട് സംസാരിച്ചാൽ ഈ ലോകത്തിലും മുഴു ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും ക്ഷമിക്കത്തില്ലെന്ന് പറഞ്ഞു. നീ വേണേ നെടുമ്പാട് വീണോണം, എങ്ങാനും ക്ഷമിക്കുമായിരിക്കും. ദ്രവ്യാഗ്രഹ ചിന്ത,
ശുശ്രൂഷകന്മാരുടെ അകത്ത് കയറിയാൽ അതിൻ്റെ പേരാണ് അകൃത്യത്തിൻ്റെ ബന്ധനം. പ്രൈസ് ദി ലോർഡ്. ഒരു സഭയിൽ ഇത് പ്രസംഗിക്കപ്പെടത്തില്ല. ആമേൻ, സ്തോത്രം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു വലിയ ഭാഗമാണ്, നമ്മൾ പഠിക്കണം. നീ അനീതിയുടെ അല്ലെ അകൃത്യത്തിൻ്റെ ബന്ധനത്തിലും പകയിലും അകപ്പെട്ടു. ആമേൻ, ഈ ബന്ധനത്തിൽ അകപ്പെട്ടാൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മണി ഓറിയൻറ്റഡ്. മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെട്ടു പോകും. ആമേൻ, പത്രോസ് തുഞ്ഞ് നീ നെടുമ്പാട് വീണോണം. ജനത്തെ പരിഭ്രമിപ്പിക്കുന്ന ശുശ്രൂഷയല്ല വേണ്ടത്. ആമേൻ, നിന്റെ ഉള്ളത്തെ കർത്താവ് നോക്കുമ്പോൾ ആമേൻ അകത്ത് എന്തോ സാത്താൻ്റെ ആമേൻ അവൻ്റെ താല്പര്യമാണോ നിന്റെ അകത്ത് നിൽക്കുന്നത്? ദൈവത്തിൻ്റെ ഹല്ലേലൂയ പദ്ധതിയാണോ മനസ്സിൽ നിൽക്കുന്നത്? ആമേൻ, ഈ സ്വഭാവം നിനക്ക് പണ്ടേ ഉണ്ടായിരുന്നു. മാനസാന്തരപ്പെട്ടു കൊള്ളണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വിഷയത്തിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ വിടുവിക്കും. എൻ്റെ യേശുവിനെ അഭിഷേകം ചെയ്തത് ഇതിനാണ്. ആമേൻ, എല്ലാവരും പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, ആമേൻ, ഞാൻ പറഞ്ഞല്ലോ യെശയ്യാ പ്രവചനം 61-ന്റെ 1, 2, 3 വാക്യങ്ങൾ നല്ലപോലെ മനസ്സിലാകാമെങ്കിൽ ബാക്കി അനുഗ്രഹങ്ങൾ കൂടിങ്ങി പോന്നോളും. ചില ബന്ധനങ്ങളെ അഴിക്കുവാൻ ഒരു പ്രവാചകനും വേണ്ട. ആമേൻ, ആമേൻ, പാപത്തിൻ്റെ ബന്ധനത്തിൽ ആമേൻ പിടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് തോന്നിയാൽ കർത്താവേ നിലവിളിച്ച് കരഞ്ഞോണം. കർത്താവേ, ആ ബന്ധനത്തെ അവിടെ നിന്ന് അഴിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ചില കെട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകാത്ത നമ്മുടെ യഥാർത്ഥ വിടുതലിനെതിരെ ശത്രു കെട്ടിവെച്ചിരിക്കുമ്പോൾ കർത്താവ് എന്നോട്, ലോകത്തോട്, പാപത്തോട് ഹല്ലേലൂയ ആമേൻ എവിടെയൊക്കെ കെട്ടുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നും. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടമാണിത്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 22 വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, പൗലോസ് യെരൂശലേമിൽ ആലയത്തിൻ്റെ അകത്തേക്ക് ചെന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആമേൻ അനേകർ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ പൗലോസ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അവനോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അകത്ത് നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ കർത്താവ് നമ്മളോട് സംസാരിച്ചില്ലെങ്കിൽ, ആമേൻ, കർത്താവ് നമ്മളെ ആമേൻ മാനസാന്തരത്തിലേക്ക് നയിച്ചില്ലെങ്കിൽ, കർത്താവ് നമ്മളെ കൃപയിലേക്ക് മടക്കി വരുത്തിയില്ലെങ്കിൽ, ആമേൻ, നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്ക് ഇന്ന് പകൽക്കാലം ഒരു എൻകൗണ്ടർ വേണം. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വിടുതലിലേക്ക് നയിക്കപ്പെടുവാൻ, ചില അന്യായ ബന്ധനങ്ങളെ അഴിക്കുവാൻ. ഹല്ലേലൂയ. കർത്താവേ, തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അന്യായ ബന്ധനങ്ങളെ അഴിക്കുവാൻ. ആമേൻ, പ്രവചന പുസ്തകത്തിൽ പറയുന്നുണ്ട്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. നമ്മൾ വിട്ടുകൊടുക്കണം, അഴിക്കുവാൻ. യേശുവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ അഴിക്കണം, എന്നെ സ്വാതന്ത്ര്യപ്പെടുത്തണം. ഹല്ലേലൂയ, എന്നെ രക്ഷിക്കണം. ആമേൻ, അങ്ങേ അഭിഷേകം ചെയ്ത് ഭൂമിയിലേക്ക് അയച്ച ഈ നാമം ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാനാകിയാൽ, തടവുകാർക്ക് മോചനം കൊടുക്കുവാനാകിയാൽ, ഹല്ലേലൂയ പീഡിതന്മാരെ ആമേൻ വിടുവിക്കുവാനാകിയാൽ, ഈ വചനം ഇന്ന് പൽക്കാലം ഞാനുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവാം ദൈവമേ ഇന്ന് പൽക്കാലം അയച്ച വചനത്തിന് അഡ്രസ് ഉണ്ടല്ലോ. ആമേൻ, ദൈവത്തിൻ്റെ മനുഷ്യരാക്കി മടക്കി കൊണ്ടുവരുവാൻ കർത്താവ് കൃപ ചെയ്താട്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.